ഡേ 9 ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 8 ഒന്ന് റിവൈസ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവൻസ് യു വാച്ചിങ് BPCM ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലു. ഡേ 8 നമ്മൾ അറിഞ്ഞ കാര്യം എന്തൊക്കെയെന്ന് വെച്ചാൽ പാർട്ട് 2 ഓഫ് ഐഡൻറ്റിഫൈങ് കീറ്റോസിസ് ആണ്. ആൻഡ് പാർട്ട് 1 ഡേ 7 പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് വീഡിയോനെ പറ്റി പർട്ടിക്കുലറായിട്ട് പറയാനൊന്നുമില്ല, കണ്ടറിയേണ്ട വീഡിയോ ആയതുകൊണ്ട് ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡേ 9. ഡേ 9 ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബർ ആണ് പറയാനുള്ളത്. കുറേ രീതിയിലുള്ള ഫൈബർ ഉള്ളത് കാരണം തന്നെ നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോള്യൂബിളും ഇൻസോള്യൂബിൾ ഫൈബർ. സോള്യൂബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡിസോൾവ് ആവണ ഫൈബറും, ഇൻസോള്യൂബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡിസോൾവ് ആവാത്ത ഫൈബറും. നമുക്ക് ഈറ്റൊക്കെ ചെയ്തു തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബവൽ ഹാബിറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടാകും. ബൗൾ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് എൻ്റെ 8th ഡേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൗൾ മൂവ്മെൻറ്റ്സ് ആണത് റിസോൾവ് ചെയ്യാനാണ് നമ്മൾ ഡയറ്റിലോട്ട് ഫൈബറിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മുടെ വയറ്റിൽ ഗുഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനെ നമുക്ക് ഗട്ട് ബാക്ടീരിയ എന്നോ അല്ലെങ്കിൽ ഗട്ട് ഫ്ലോറ എന്ന് പറഞ്ഞ് വിളിക്കാം. ഇതിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഫുഡായിട്ട് നമ്മുടെ സോള്യൂബിൾ ഫൈബറും ബിറ്റ് ഓഫ് ഇൻസോള്യൂബിൾ ഫൈബറാണ് ഇത് കൺസ്യൂം ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ആകും. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ആയില്ലെങ്കിൽ ഞാൻ പ്രോബയോട്ടിക് എടുക്കാൻ പറഞ്ഞായിരുന്നു. ആ പ്രോബയോട്ടിക്കിൽ ഉള്ളതെല്ലാം ഈ ഗുഡ് ബാക്ടീരിയാസ് ആണ്. അത് നമ്മൾ തിരിച്ചും വയറ്റിലോട്ട് എടുക്കും. നമ്മൾ നല്ലോണം ഈ ഗട്ട് ബാക്ടീരിയനെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഡൈജഷനും ഗട്ട് ഹെൽത്തൊക്കെ നോക്കി നമ്മൾ അത് അതുപോലെ റീപേ ചെയ്തോളും. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ സ്പെസിഫിക് ആയിട്ട് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ വെജിറ്റബിൾ അങ്ങനെ മാസീവായിട്ട് കൺസ്യൂം ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കീറ്റോസിസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഔട്ടാകാനുള്ള സാധ്യത കാരണം ഞാൻ അത് ചെയ്യാത്തത്. അതിന് പകരം ചിയ സീഡ്സും നട്ട്സും വേറെ ടൈപ്പ് ഓഫ് സീഡ്സൊക്കെ ഞാൻ എടുക്കണതായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കണതുണ്ട്. സഫീഷ്യൻ്റ് അമൗണ്ടിൽ ഫൈബർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. പിന്നെ ഞാൻ ഫൈബറിനെ പറ്റി കേട്ടേക്കണ ഏറ്റവും വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഫൈബർ അങ്ങോട്ട് ഉള്ളോട്ട് നിന്നത് നമ്മുടെ കൊഴുപ്പും കൊളസ്ട്രോളും എല്ലാം വലിച്ചെടുത്ത് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ്. പക്ഷേ അതല്ല കാര്യം. നമ്മൾ ഫൈബർ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറയണ പോലെ തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ കാലറി കുറച്ചാണ് കഴിക്കണം. ആ കാലറി ഇൻടേക്ക് കുറവായതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ അറിയാണ്ട് കാലറി ഡെഫിസിറ്റിലോട്ടാകണേ. ആ കാലറി ഡെഫിസിറ്റിലോട്ട് ആണകൊണ്ട് നമുക്ക് ഫാറ്റ് ലോസും വെയിറ്റ് ലോസും ആകണത്. അല്ലാണ്ട് ഫൈബർ ഇതൊക്കെ വലിച്ചെടുക്കണോണ്ടല്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഒരളവ് വരെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ആഫ്റ്റർ മീൽ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്തിന് കോളോറെക്ടൽ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അത്രയും ഹെൽപ്പ് ഇത് സാധനം ചെയ്യണുണ്ട്. ഇത് എത്ര ഗ്രാമിൽ കൺസ്യൂം ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 18 തുടങ്ങി 50 വയസ്സിനുള്ളൊരു ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 38 തുടങ്ങി 26 ഗ്രാം വരെ ഫൈബർ ഒരു ദിവസം കൺസ്യൂം ചെയ്യാവുന്നതാണ്. അത് അത്രയും നല്ലതാണ് ബോഡിക്ക്. ഫൈബറിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമായിട്ടുള്ള ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടിരിക്കണം നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ. ഫൈബറിനെ പറ്റി ഒരു ചെറിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ ഒപ്പം കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.